ഒരു സമയം ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എന്റെ ജീവിതോപാധിയും എന്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഇത് തന്നെയാണ്. ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടാൽ പിന്നെ എനിക്ക് വിറവല് വരും. അന്ന് വൈകുന്നേരം ആയപ്പോ അത് നമ്മള് ഡിസ്പോസ് ചെയ്യും, വേണ്ടാന്ന് വെച്ചു. അത് നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നവരാണ് നമ്മൾ. മീൻസ് അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ അവർക്കൊരു വിഷമം നമ്മൾ കൂടെ നിൽക്കും. സേതുലക്ഷ്മി സ്വഭാവത്തിനൊരു വ്യത്യാസം, വീണ്ടും തുടങ്ങിയ പഴയ സ്വഭാവം. ഇതിന് സംസ്കൃതത്തിൽ ശ്ലോകം ഉണ്ട്, സത്യം പുറിയാതെ പ്രിയം പുറിയാതെ നബുറിയാതെ സത്യം അപ്രിയം. എന്നുവെച്ചാ എല്ലാരും വന്നിട്ട് പറയുന്നത് ഓ ഇതുപോലെ ഒരു അമ്മയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ. കഴുത്തിലെ ഈവിളായി ഞാൻ ശ്രദ്ധിച്ചു. വിശ്വാസം ഉണ്ടോ അതില്? ഇത് അനീഷിന് വിശ്വാസമാണ്. നാളെ ഇതെല്ലാം ഒരു മാറ്റി വെക്കും ഞാൻ. അഞ്ജലി ആർദ്ര, അഞ്ജലി ഈ ആർദ്ര അഞ്ജലി എന്റെ കൂടെ പടത്തിൽ അഭിനയിച്ച അഞ്ജലി. പ്രണയം ഉണ്ടെന്ന് പറയുന്നു. അവളിപ്പോ അല്ല പ്രണയം ഉണ്ടാടാ. ഹലോ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കൗമുദി ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മുടെ അളിയൻസ് 1300 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി രത്നമ്മയും അതുപോലെ തന്നെ കനകൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഈ 1000 എപ്പിസോഡ് എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ പുത്തരിയായിരിക്കാം, പക്ഷെ കനകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയല്ല. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ഒരു വഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? മിന്നുകെട്ട്, കാര്യനിസ്സാരം, ഇപ്പോൾ അളിയൻസും 1000 എപ്പിസോഡുകൾ. ആ നാഴികക്കല്ലതാ ഇത്തവണയും നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ നമ്മള് ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലേ. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോ ഇത് 1000 ആകുമെന്നോ ഇങ്ങനെ 1300 ആകുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളുടെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് തന്നെ. എന്താവുമെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അത് ഇപ്പൊ 1300 എത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ഇപ്പൊ ഈ സന്തോഷമാണ്, അല്ലേ അമ്മേ? പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാനിവിടെ ഒന്ന് കാലുകുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് 1000-ലും 2000-ലും ഒന്നും ആയിരിക്കത്തില്ലെന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇപ്പൊ 1000-ൽ എത്തിയെങ്കിൽ നമ്മൾ കുറെ സീരിയലുകളൊക്കെ ചെയ്തതാണല്ലോ, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവൂല്ലേ ഇത് എവിടെ നിന്ന് എത്തുമെന്നുള്ളത്. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് 1000-ലോ 2000-ലോ 3000-ലോ ഒന്നും അല്ല ഇത് തീരുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പോകുന്നു. അതെന്താ ഒരു വ്യത്യാസം തോന്നിയത്? ഒരുപാട് സീരിയലുകളും സിനിമകളും ഒരുപാട് ആർട്ടിസ്റ്റുകളെയും നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടത്തെ ഒരു വ്യത്യാസമായിട്ട് തോന്നിയ കാര്യം നീ പറയുന്ന ഞാൻ പറയാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബമാണ്. അമ്മ, മക്കള്, മരുമക്കള്, സഹോദരൻ, മറിച്ചൊരു ഇങ്ങനെയുള്ളത് ഒരു സീരിയൽ പോലെ അല്ല ഇത്. കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുമ്പോൾ വന്നോളും. അത് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. പക്ഷെ പിണക്കമൊക്കെ ഉണ്ടാവും കേട്ടോ, ഉള്ള കാര്യം പറയാം. നിങ്ങൾ തമ്മിൽ 24 മണിക്കൂറും പിണക്കമാണ് എന്നൊരു കിംവദന്തി ഞാൻ കേട്ടു. ഇവിടെ വന്നപ്പോ ആദ്യം എന്നോട് ആരോ പറഞ്ഞു, പ്രധാനപ്പെട്ട ആരോ പറഞ്ഞു. എന്താണ് ആ ഒരു വഴക്ക് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം? കഥാപാത്രമാണോ അത് വ്യക്തികളാണോ? രണ്ടിലും അല്ല, മറ്റൊരു കഥാപാത്രത്തിന്റെ സ്നേഹമാണെന്ന് തോന്നുന്നു. ജീവിതത്തിലും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മ ദേഷ്യപ്പെടുന്ന എന്റെ അടുത്താണ്. വളരെ ഇതായിട്ട് പെരുമാറുകളെ പറയണോ അതിന്റെ കാര്യം പറയാം. ഇവന് ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും എടുത്തു ചാടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഇത് കാരണം ഞാൻ നന്നാവണമെന്നുള്ളതാണ് ഇവന്റെ മനസ്സിലാഗ്രഹം തന്നെ. അതിനല്ലല്ലോ എന്നെ നന്നാക്കാൻ ഞാൻ പിണങ്ങുന്നത് അതിനാണ്. എന്നെ നന്നാക്കണം. അത് ഇവന് പറഞ്ഞു തരുന്ന രീതി എനിക്ക് പിടിക്കുന്നില്ല. അതേ ഉള്ളു, അല്ലാതെ എനിക്ക് നിന്റെ അടുത്ത് എന്തോന്ന് പിണക്കം. അതുകൊണ്ടല്ല എനിക്ക് മനസ്സിലായെന്ന് അറിയാമോ അഞ്ജലി? അതിന്റെ കാരണം വെച്ചാല് നമുക്കെപ്പോഴും നമ്മള് കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്, കൂടുതൽ പിണങ്ങുന്നത് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരടുത്താണ്. കാരണം എനിക്ക് ഒരു 18 വയസ്സുള്ള സമയം മുതൽ ഞാൻ അമ്മയെ കാണുന്നതാണ്. അമ്മ ഇങ്ങനെ നാടകത്തില് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി നിൽക്കുന്ന സമയത്താണ് ഞാൻ അമ്മയോടൊപ്പം നാടകത്തിൽ അഭിനയിക്കുന്നത്. അമ്മയുടെ മകളും ലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ വഴക്ക് പറയുമ്പോൾ നമുക്ക് കൂടെ അഭിനയിക്കുന്നവർ തന്നെ ഇറിറ്റേറ്റഡ് ആവും. ഇങ്ങനെ പറഞ്ഞ് തോന്നിപ്പോവും. പക്ഷെ അപ്പോഴും ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, എന്നാലും ഒരു 90% ഞാൻ പിടിച്ചു വയ്ക്കും. കാരണം എനിക്ക് കൊച്ചിലേ ഞാൻ കണ്ടു തുടങ്ങിയ ആളല്ലേ. അപ്പൊ ഇപ്പോഴും ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. കാരണം നമ്മൾ ഈ 1300-ന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും അമ്മയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് ഇന്റർവ്യൂ നടക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. മകളും മരുമകളും ഒക്കെ എങ്ങനെയുണ്ട് അമ്മ? ഇവിടത്തെ അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം മകളിൽ നിന്നൊരു ഗുണപാഠം പഠിച്ച്
ആരെന്ത് കാണിച്ചാലും, അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, ആര് നമ്മളോട് എന്ത് കാണിച്ചാലും ഇന്ന രീതിയിലാണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല പാഠം ഞാൻ പഠിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടാൽ പിന്നെ എനിക്ക് വിറവൽ വരും. ചിരിച്ചാൽ ഞാൻ ചിരിക്കത്തില്ല. ആ ഒരു സ്വഭാവമായിരുന്നു ഇവിടെ വരുന്നത് വരെ. ആരെങ്കിലും വന്നിട്ട് അമ്മ, ഞാൻ പറഞ്ഞു എന്ത് അങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഗുണപാഠം എന്റെ മകൾ എന്താ പഠിപ്പിച്ചത്? നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചു. ഉള്ളില് നമുക്ക് തീയാണെങ്കിലും ചിരിക്കണം. എങ്ങനെയാ അത് കാണിച്ചു തരും? അയ്യോ, ഞാൻ പെടാപ്പാടുമായിട്ട്. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ കാണിക്കാം. ശരി എന്ന് കാണിക്കാം. അതൊരു കള്ളമല്ലെന്ന് എന്റെ മനസ്സിൽ തോന്നും. കള്ളമായിക്കോട്ടെ, നമുക്കെന്താ വേണം? അവരിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാനില്ല. വരുന്നവരോട് പെരുമാറാൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പെരുമാറി നോക്കി. പിന്നെയും 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 പട്ടിയുടെ വാലിങ്ങനെ കുഴലിട്ടാത് വളഞ്ഞല്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞോലെ എനിക്ക് പിന്നെ അതേ വരത്തുള്ളൂ. അപ്പോഴൊന്ന് പറയും, എന്താ സേതുലക്ഷ്മി, സ്വഭാവത്തിനൊരു വ്യത്യാസം, വീണ്ടും തുടങ്ങിയ പഴയ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് തമാശ രീതിയിൽ എന്നെ പറഞ്ഞ് ഇപ്പൊ ഞാൻ ആര് വന്നാലും ഇവനോടും അങ്ങനെ തന്നെ, ആര് വന്നാലും അതുപോലെ തന്നെ, എന്നോട് എന്തെങ്കിലും കാണിക്കുന്നവരോടും അങ്ങനെ തന്നെ. ഞാൻ ആരോടും ഒന്നും പറയത്തില്ല. ഒരു പഞ്ചപാവമാണ്. ഇനി വീഡിയോ എടുത്ത് അയച്ചേ, അടുത്ത ആഴ്ച വീഡിയോ പിണങ്ങുമ്പോ എന്തിനാ വിശദമായ പറഞ്ഞ പോലെ ആണെന്നുള്ളത്. പിന്നെ കനകന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരു വ്യത്യാസം നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. മീശ പിരിച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ ഗ്ലാമർ കൂടി SI ആയതുകൊണ്ടാണോ? നേരത്തെ ഒന്ന് സന്തോഷിപ്പിച്ചതാ വീണ്ടും. ഞാൻ അഞ്ജലിയെ കണ്ടപ്പോഴേ പറയണത് നല്ല മെലിഞ്ഞ് സുന്ദരിയായിരിക്കും. സന്തോഷം. പക്ഷേ ഇവിടെ ഈ എന്താ അഞ്ജലി ആർദ്ര എന്റെ കൂടെ പടത്തിൽ അഭിനയിച്ച അഞ്ജലിയാണ്. പക്ഷെ ഞാൻ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. നീ ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കിയൊക്കെ വെക്കുന്നത്. അഞ്ജലി എനിക്ക് നല്ല പരിചയമുള്ളതല്ലേ നമ്മൾ. പിന്നെ അപ്പൊ അഞ്ജലി ചോദിച്ചതിന് മറുപടി വേറൊരു മുഖമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് സ്റ്റേജ് ആങ്കറിങ് നമ്മൾ ചെയ്യും, നമ്മളെല്ലാം സർവ്വകലാ വല്ലഭനാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മളെ SI ക്യാരക്ടർ, SIയിലോട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പൊ അതിന്റേതായിട്ടുള്ള രൂപമാറ്റങ്ങളൊക്കെയാണോ ഇതൊക്കെ? നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പോലീസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാറും. പിന്നെ കുറച്ച് ബോഡി ഒന്നുകൂടി ഒന്ന് മെലിയാന്ന് വിചാരിച്ചു. ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ചുകൂടെ വീണ്ടും തുടങ്ങി. രാവിലെ അത് വർക്കൗട്ട് ചെയ്യാം. നേരത്തെ വർക്കൗട്ട് ഉള്ളതാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഹെവി ആയിട്ട് ചെയ്യാന്ന് കരുതി. കാരണം ഒരു പോലീസ് യൂണിഫോം ഇട്ട് വരുമ്പോൾ ഒരു അപ്പിയറൻസ് കിട്ടണല്ലോ നമുക്ക്, ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയോടൊക്കെയാണ് എല്ലാരും ചോദിക്കുന്നത് യുവത്വം നിലനിർത്താൻ എന്താ ചെയ്യണേന്ന്. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യണ? ജിമ്മാണ്. അല്ല, മിതമായ ഞാൻ എല്ലാം കഴിക്കാറുണ്ട്, എല്ലാ ഭക്ഷണവും കഴിക്കും. പക്ഷെ എല്ലാം കുറച്ചേ കഴിക്കുള്ളൂ. വളരെ മിതമായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അത് തന്നെ, എല്ലാം ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ എല്ലാം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. പിന്നെ എക്സർസൈസ് ഉണ്ട്, 1 മണിക്കൂർ എല്ലാ ദിവസവും എക്സർസൈസ് ഉണ്ട്. പിന്നെ സന്തോഷമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് നോർമലി നമ്മൾ ഒന്നിലധികം പ്രോജക്റ്റുകൾ കൈ എടുക്കാറില്ല. അതൊരു കുറെ നാളുകൊണ്ടുള്ള ശീലമാണത്. ഒരു പ്രോജക്റ്റ് എങ്കിൽ അത് മാത്രമായിട്ട് പോകുമ്പോൾ ടെൻഷൻ കുറഞ്ഞിട്ട് ബാക്കി 15 ദിവസം നമുക്ക് ഇവിടുത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 16 മുതൽ 30 വരെയാണെങ്കിൽ ബാക്കി 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ ഷോസ്, യാത്രകൾ. ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട് ധാരാളം, ലോകത്ത് പലയിടങ്ങളിലായിട്ട്. അപ്പൊ അത്തരം യാത്രകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി സമയം. അപ്പൊ സന്തോഷമാണ് മനസ്സിലെപ്പോഴും. ഒരുപാട് ടെൻഷൻ ഒന്നും വെക്കാറില്ല. വലിയ കാര്യങ്ങളെ ചെറുതായിട്ട് കാണുകയും ചെറിയ കാര്യങ്ങളെ വലുതായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ 100 കോടി ക്ലബ്ബൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയാണ് സീരിയൽ അല്ലെങ്കിൽ സിറ്റ്കോമിനെ സംബന്ധിച്ചിടത്തോളം 1000 എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സമവാക്യം എന്താണ്? ഈ 1000 തുടർച്ചയായി കണ്ട ഒരാളെന്നുള്ള തരത്തില് ഈ 1000ങ്ങളിൽ എന്തായിരുന്നു കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം? കഥ പറയുമ്പോൾ ഒരു രസച്ചരട് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരുപാട് മുൾമുനയിൽ നിർത്താതെ നമ്മൾ വളരെ രസകരമായി, ഇപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കാര്യനിസാരം 1000 പോയത്. അല്ലെങ്കിൽ ഇപ്പം നമുക്കും അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. പിന്നെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് തോന്നുമ്പോൾ കുറച്ചുകൂടി അനായാസതയാണ് നമുക്കുള്ളത്. ഇപ്പോൾ സാധാരണത്വത്തിന് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ് നമ്മുടെ അളിയൻസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കുടുംബത്തിന് നേരെ പിടിച്ച് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പ്രവാസികളാണ് കൂടുതലും നമ്മളെ കാണാൻ വരുന്നത്, ഈ വീട് കാണാൻ വരുന്നത്, നമ്മളെ കാണാൻ വരുന്നത്. അവരിൽ ഒരാളായി തോന്നും. അവരുടെ ബന്ധുവാണ്, അവരുടെ അനിയനാണ്, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ പോലെ, അനിയനെ പോലെ, അമ്മയെ പോലെ, അങ്ങനെ തോന്നുന്ന റിസംബ്ലൻസ് എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ, അതിഭാവുകത്വങ്ങളൊന്നും ഇല്ലാതെ. സാധാരണ സീരിയലിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ DIG ആയനെ. ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ SI ആയത്.
അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ മാറ്റങ്ങളും എല്ലാം വളരെ ഗ്രാജുവലാണ്. നമ്മൾ ഒരു ജീവിതത്തിലെ പോലെ തന്നെയാണ്. ഇപ്പൊ പരീക്ഷ ടെസ്റ്റ് ചെയ്ത് തന്നെ എത്ര നാൾ നിന്നെന്ന് അറിയാമോ? അത് അങ്ങനെ തന്നെ നമ്മളൊരു പ്രോസസ്സിങ് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുത്തിന്റെ വളർച്ച പോലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മുത്തിങ്ങനെ കുഞ്ഞായി വളർന്ന് അവള് SLC പരീക്ഷ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവൾ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവളുടെ അതെ. അപ്പോൾ അങ്ങനെ തന്നെ ഗ്രാജുവലി ആണ് നമ്മൾ പോകുന്നത്. അത് സാധാരണത്വമാണത്, അതിഭാവത്വങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. അമ്മ മുത്തിനൊരു പ്രണയം ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോ പ്രണയം ഉണ്ടെന്ന് പറയുന്നു. അവളിപ്പോ അല്ല, പ്രണയം ഉണ്ടാടാ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അവൾ അങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഉണ്ടെങ്കിൽ പറ. അല്ല, അമ്മാവനെന്നുള്ള രീതിയിൽ നീ അത് പറഞ്ഞു വിലക്കണം കേട്ടാ. എന്നൊക്കെ പറയുന്നു മോളെ, ഞാൻ എന്തോ ചെയ്യാനാ? പഠിക്കാൻ പറ്റാ. കൊച്ചു പിള്ളേരല്ലേ? അല്ല, പ്രണയിച്ചോട്ട്, പക്ഷെ ആപത്തിലൊന്നും എടുത്ത് ചാടും. ഇന്നത്തെ കാലത്ത് അത് ഞാൻ ഒരു വലിയ തെറ്റാണെന്ന് പറയുന്നില്ല. കൂട്ടുകെട്ട് ഇഷ്ടമാണ് എനിക്ക്. കൂട്ടുകാര് അങ്ങനെ അവര് ഫ്രീ ആയിട്ട് ഇഷ്ടമല്ല. പ്രണയിച്ച് മനസ്സിൽ വേറൊന്നും വരുത്തരുത്. അതെന്റെ വീട്ടിൽ എന്റെ കൊച്ചുണ്ടാകരുത്, വിഷമിപ്പിക്കരുത് നമ്മളെ. അതേ ഉള്ളു എനിക്ക്. ഫ്രീ ആയിട്ട് വിടണം. അപ്പൊ അവര് പ്രണയിക്കൂല. അത് പ്രണയമാണെന്ന് ഞങ്ങൾ പറയുന്നത് പ്രണയം അല്ല. സമ്മതിക്കൂല. ഈ ഏറ്റവും ഇഷ്ടം ആരെയാ ഇവിടെ? ഇവിടെ നമ്മൾ പറയണത് അതുപോലെ മനസ്സിലാവുന്ന ആളാരാണ്? ഞാൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന ആരും അനുസരിക്കത്തില്ല. ഞാൻ എല്ലാരെയും അനുസരിച്ചാ നിക്കുന്നത്. ഞാൻ പേടിച്ചാ അത് തെറ്റാണോ? ഞാൻ ആരെയും അനുസരിക്കാതിരിക്കത്തില്ല. എല്ലാവരുടെയും എങ്ങനെ വേണം, എന്ത് വേണം, വളരെ ഭവ്യതയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നി. എല്ലാരും വന്നിട്ട് പറയുന്നത്, ഓ ഇതുപോലെ ഒരു അമ്മയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അമ്മയെ പോലെ ഇരിക്കുന്നു, എൻ്റെ അമ്മുമ്മയെ പോലെ ഇരിക്കുന്നു. പ്രൊഡ്യൂസർമാർ പറയും, ഇത് തന്നെ എൻ്റെ അമ്മ, ഇത് തന്നെ എൻ്റെ അമ്മുമ്മ. ഓരോ ഫിലിമിലും ഒക്കെ ഉള്ളവർ പറയുന്നത് അങ്ങനെയാണ്. ഫിലിമിലുള്ളവരും സീരിയലിലുള്ളവരും എല്ലാവരും അയ്യോ ഇത് തന്നെ. ഈ പ്രൊഡക്ഷനിലൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഇവരും ഒക്കെ പറയുന്നത് അയ്യോ എൻ്റെ അമ്മുമ്മയുടെ അതേ സ്വഭാവം തന്നെ. അമ്മുമ്മ പറയും, എൻ്റെ അമ്മുമ്മ എന്നിട്ട് പറയും, ഓ കിട്ടിയിരുന്നെങ്കിൽ എവളെന്നൊക്കെ എന്നെ വിളിക്കുന്നത് ആളുകൾ, ഈ പെണ്ണുങ്ങള്. വലിയ ഈ അമ്മ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു മാനറിസംസിലൊക്കെ ഈ കുറച്ച് ഈ കുസൃതിയും വികൃതിയും ഒക്കെയാണോ ഇഷ്ടം, അതോ അമ്മ ഇങ്ങനെ സെന്റിമെന്റ്സ് ഒക്കെ ചെയ്യുന്നതാണോ? പക്ഷെ ഏറ്റവും ഇഷ്ടം ഏതാ കണ്ടുപിടിക്കാൻ തോന്നിയിട്ടുള്ളത്? അല്ല, സത്യത്തില് അമ്മയെ നമ്മളിപ്പോ കുറെ നാളായിട്ട് മലയാളികൾ കാണുന്നത്, അളിയൻസ് ഒഴികെ ബാക്കിയൊക്കെ കാണാൻ വളരെ സെന്റിമെന്റ്സ് ഒക്കെ മനോഹരമായി ചെയ്യുന്ന, വളരെ അനായാസമായി ചെയ്യുന്നൊരു ആക്ട്രസ് ആണല്ലോ അപ്പൊ അമ്മ. പക്ഷെ അമ്മ അസാധ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ. അതേ ഒരേ സമയം വളരെ സെന്റിമെന്റലായി സംസാരിക്കുകയും അതേപോലെ ഹ്യൂമർ. അതായത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച നാടകം സംഘചേതനുണ്ട്, തിരുവനന്തപുരം സംഘചേതനുണ്ട്, വിലയ്ക്ക് വാങ്ങാവുന്ന നാടകത്തിനകത്ത് അമ്മ 2 ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ അമ്മക്ക് ഒരിക്കലും മീഡിയയിലോ അല്ലെങ്കിൽ സിനിമയിലോ കിട്ടിയിട്ടില്ല. അപ്പൊ അസാധ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമ്മ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ അലിയൻസിൽ നമ്മൾ കുസൃതിയും കുറുമ്പും ദേഷ്യവും വാശിയും ഒക്കെ ഉള്ള അമ്മയാണ് സാധാരണ നമ്മുടെ അമ്മമാരെ പോലെ. കനകൻ ഏത് തരത്തിലൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അഭിനയിക്കുന്നത് കാണാനാണ് ഇഷ്ടം? അനീഷേട്ട എങ്ങനെ അഭിനയിക്കുന്നതാണ് ഇഷ്ടം? ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇതാ എനിക്കിഷ്ടം. എസ് ഐ ഞാൻ വിചാരിക്കും അവന് ഇതേ അറിയാവോ അന്ന്. ഓ അങ്ങനെ എന്ത് ചെയ്താലും ഇതേ അറിയാവോ എന്ന് തോന്നുന്നു. അവന് ഇതേ അറിയാവോ, അവന് ദേഷ്യപ്പെടാനേ അറിയാവോ. മാഷൽ വീട്ടിൽ വന്ന് സംസാരിക്കുന്നു അങ്ങനെ, ലില്ലിയേ എടീ നീ എന്തോ ചെയ്യുന്നു, ലില്ലിയേ നീ എന്തോ ചെയ്യുന്ന. ഈ ജീവിതത്തിൽ അവൻ എസ് ഐ ആയി അങ്ങ് മാറി ഇപ്പൊ തന്നെ, എനിക്കങ്ങനെ തോന്നും. അതല്ലേ വേണ്ടത്. ആവട്ടെ നല്ല വേണ്ടത്. അല്ല ഞാൻ അവിടുത്തെ കാര്യസ്ഥലത്തിൽ കേമോഷായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ക്യാരക്ടർ മാറുന്നതനുസരിച്ച് നമ്മള് അങ്ങനെ വ്യത്യാസങ്ങൾ മനഃപൂർവ്വം വരുത്താറുണ്ടോ? കുറച്ചൊക്കെ. അത് ഓരോ ഇപ്പൊ നമ്മളിപ്പോ ഈ ക്യാരക്ടർ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഈ കുടുംബത്തിന്റെ ഒരു നാഥനെ പോലെയല്ലേ നമ്മള്. ആർക്കെന്ത് പ്രശ്നം, ഇപ്പൊ ക്ലീറ്റോക്ക് ഒരു പ്രശ്നമാണെങ്കിലും ഇവിടുത്തെ ആർക്കൊരു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത്, ആദ്യം പോകേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ കുടുംബത്തെ അവർക്കൊരു വീടിന്റെ ചെലവിന് പൈസ ഇല്ലെങ്കിൽ ഞാനാണ് കൊടുക്കുന്നത്, കനകനാണ് കൊടുക്കുന്നത്. അപ്പൊ അമ്മയ്ക്കൊരു ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിലുള്ള പെൺകുട്ടികൾക്കോ ആർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം പോകുന്ന ആള്, വിശ്വാസത്തോടെ പോകുന്ന ആള്, ഉത്തരവാദിത്തോടെ പോകുന്ന ആൾ ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം എടുക്കുന്ന ഒരാളുടെ ആയ ഒരു നാഥത്വം ഉണ്ടല്ലോ. ഈ പ്രണയം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? സപ്പോർട്ട് ചെയ്യോ അതോ തകർത്തെറിയാനായിരിക്കും എസ് ഐ ശ്രമിക്കുന്നത്?
അത് നമ്മൾ ഇനി വരും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും ഇതിനകത്തൊരു പ്രശ്നം അറിയാമോ, നമ്മൾ ഈ ഗ്രാജുവൽ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ വളർച്ചയും നമ്മുടെ കഥാപാത്രം എന്താണെന്നുള്ളത് പ്രിയപ്പെട്ട ഓഡിയൻസിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് ചിരിക്കുകയോ ഒന്നിങ്ങനെ കണ്ണിറുക്കി കാണിക്കുകയോ ചെയ്താൽ അവർ വിശ്വസിക്കില്ല. കാരണം വേറെന്തിനോ കാര്യത്തിന് ചെയ്യുന്ന വിചാരിക്കുള്ളൂ. കാരണം അങ്ങനെ അവർ പഠിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും കഴിഞ്ഞ 7 വർഷമായിട്ട് ഓഡിയൻസിന് അറിയാം ഇവരിങ്ങനെ ചെയ്യുമെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്, ഇപ്പോൾ കനകന് ഇപ്പം ഞാൻ ഒരു പക്ഷേ എൻ്റെ ചേച്ചിയുടെ മോളാണ് ഇത് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മോളാണ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ മോളുടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിന് വന്ന സമയത്ത് ആദ്യ സമയത്ത് ഈ ഒരു കൊടുക്കൽ വാങ്ങലെ കുറിച്ച് ചർച്ച ഉണ്ടായി. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോൾ അത് നമ്മൾ ഡിസ്പോസ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. അത് നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നവരാണ് നമ്മൾ. മീൻസ് അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ. അപ്പൊ അവർക്കൊരു വിഷമം നമ്മൾ കൂടെ നിൽക്കും, അവർക്കൊരു ഇഷ്ടമുള്ള നമ്മൾ കൂടെ വയ്ക്കും. പക്ഷെ കനകനെ സംബന്ധിച്ച് കനകൻ അവളെ മനസ്സിലാക്കുമെങ്കിലും ഇനി ബാക്കി വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ മൊത്തത്തിൽ താളം തെറ്റോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന്റെ അച്ചടക്കത്തോടെ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ശരിപ്പെട്ടകത്ത് കയറാറില്ല, മുതിർന്നവരെ എഴുന്നേൽക്കാറുണ്ട്. സാധാരണ കുടുംബങ്ങൾ നമ്മൾ കാണുന്നതിൽ വ്യത്യാസമായിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ ഇപ്പം നമ്മളെ വീട്ടിലൊരാൾ വന്നാൽ നമ്മുടെ മക്കളൊന്നും എഴുതാക്കാറില്ല, അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും പലയിടങ്ങളിൽ കാണാം. പക്ഷെ ഇവിടെ ഇപ്പോഴും നമ്മൾ ആ ഒരു പോളിസി കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. കഴുത്തിലെ ഈവിളായി ഞാൻ ശ്രദ്ധിച്ചു, വിശ്വാസമുണ്ടോ അതില്? ഇത് അനീഷിന് വിശ്വാസമാണ്. നാളെ ഇതെല്ലാം ഒരു മാറ്റി വെക്കും. ഞാൻ ഷൂട്ടിന്റെ സമയത്ത് അളിയൻസിന് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഇത്തരം വേഷങ്ങളും ഇടാറില്ല, ഇതുപോലെ വാച്ച് കെട്ടാറില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങളൊന്നും ഇല്ല. എനിക്ക് എന്റെ ഇഷ്ടം ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സ് അങ്ങനെ അധികം ഒന്നും മേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിലും ലില്ലിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ലില്ലിയോട് പറഞ്ഞിട്ടുണ്ട് അത്ര ഇങ്ങനെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കണം, ആർട്ടിസ്റ്റാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പൊതുവെ അതിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള നല്ല ഉപദേശങ്ങൾ കൂടെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റോടും ഞാൻ പറയാറുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കണം? എനിക്ക് സൗന്ദര്യം കുറച്ച് ശ്രദ്ധിക്കണം ചേട്ടാ, തീരെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരും. എനിക്ക് അല്ലല്ല, പുതിയ ആൾക്കാരോടാണ്. ഞാൻ പുതിയതാ. അല്ലല്ല, അഞ്ജലി കുറെ നാളോട് മീൻസ് അങ്ങനല്ല, കുറെ എക്സ്പീരിയൻസ് ആയല്ലോ. നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരാളോട് ആ സമയത്ത് അവർ കേൾക്കും, കുറച്ച് കഴിഞ്ഞാൽ അവർ കേൾക്കുകയല്ല. പിന്നെ അവർ നമ്മുടെ അടുത്ത് വരും. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ വരുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ അഞ്ജലിയോട് പറഞ്ഞ അഞ്ജലി എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരെ മറിച്ച് അഞ്ജലി വരുന്ന സമയത്ത് പറയുമ്പോൾ അഞ്ജലി ആണോ ഒരു കൗതുകവും ഇഷ്ടവും സ്നേഹവും ബഹുമാനവും കൊണ്ട് അത് ഉൾക്കൊള്ളാൻ നോക്കും. പക്ഷെ നമ്മളൊരു പരുവായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ കാര്യമില്ലല്ലോ, നമുക്കും അറിയാമല്ലോ കാര്യങ്ങൾ എന്തോ. അപ്പൊ പിന്നെ നമ്മൾ പറയാൻ പോകരുത്. അല്ല, എന്നാലും നമ്മളെന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത് ചേട്ടൻ? നമ്മളൊന്നും ഉദ്ദേശിച്ച ബഹുമാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ നമ്മൾ ഈ പുതിയ തലമുറ നമ്മളിപ്പോ ഈ പറഞ്ഞ 2K കിഡ്സ് എന്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. അവർക്ക് കുറച്ചുകൂടി പ്രായം കൂടുതൽ തോന്നും ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്. പക്ഷെ തൊട്ട് മുമ്പുള്ള ഒരു 90s 80s ടീമിന് ഉള്ള പ്രായത്തെക്കാളും കുറച്ച് തോന്നാൻ കാരണം നമ്മൾ ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് ലേറ്റായി. കാരണം 35-40 വയസ്സ് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിച്ചത്. ഇപ്പൊ കുട്ടികൾ 18 വയസ്സിൽ 17 വയസ്സിലൊക്കെ ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉള്ള സ്കിന്ന് അങ്ങ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മീൻസ് നമ്മൾ സാവകാശം ഈ ഒരു പ്രായം കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ. നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് ചേർത്ത് പിടിക്കേണ്ടത്. നഷ്ടപ്പെടുന്നതിന് മുമ്പും ഒരല്പം കെയർ ആവാം. പക്ഷെ അങ്ങെപ്പോഴോ നഷ്ടപ്പെടുന്ന കരുതി ഇവിടുന്ന് നമ്മൾ, അതായത് കന്യാകുമാരി വെള്ളപ്പൊക്കം എന്ന് കരുതി ഇവിടുന്ന് മുണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്ലാനാണ് തോന്നുന്നു. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ വീഡിയോയിലാണ് ഞാൻ ആദ്യം കാണുന്നത്, ഇവിടെ ഒരു അടുക്കളയാണ് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ വ്ളോഗും ഈ പറയുന്ന പോലെ സീൻസും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട്, അതിങ്ങനെയാണോ, വീട് എങ്ങനെയാണ്, അതെങ്ങനെയാണ്? അത് പിന്നെ ആ സമയത്ത് എല്ലാവരും വന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും വന്ന് കാണാറുണ്ട്. എല്ലാവരും വന്ന് കാണും. ആൾക്കാർക്ക് അപ്പൊ ചോദിക്കും, നമ്മൾ തന്നെ പറയും. അതിനകത്ത് വരെ ഇപ്പൊ സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, സാങ്കേതിക അത് കുറച്ച് ടെക്നിക്കൽ ഉണ്ടാവും. അത് നമ്മുടെ മിടുക്കാണല്ലേ. നമ്മുടെ ഇപ്പോൾ ഈ മുറികളും ആ മുറികളൊക്കെ തമ്മിൽ നോക്കുമ്പോൾ അപ്പുറത്ത് വേറെ മുറികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ മുറിയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അതാണല്ലോ സംവിധാനവും എന്താ പറയുക, ക്യാമറയുടെ രീതികളും ആർട്ടിന്റെ രീതികളൊക്കെ ചേർത്തിട്ട് നമ്മളതിനെ സിനിമയാക്കി മാറ്റുമ്പോൾ അങ്ങനെയല്ലേ. ഇപ്പൊ ഈ നമുക്ക് കിട്ടിയ അഭിനന്ദനങ്ങളിൽ ഇപ്പോൾ അലിയൻസ് റിലേറ്റഡ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ അടുത്ത് ഒന്ന് പറയണം, ഞങ്ങൾ കാണും കേട്ടോ എപ്പിസോഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അമ്മയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ? എത്ര പേര് എല്ലാരും ചോദിക്കും. ഇന്നും ഒരു കസ്റ്റംസിൽ ജോലിയുള്ള ഒരു സ്ത്രീയാണ്, ജോലി ആയിരുന്ന സ്ത്രീയാണ്
എന്നെ നേരത്തെ വിളിച്ചിട്ട് എന്തായാലും ആ ഡയറക്ടറുടെ നമ്പർ എനിക്കൊന്ന് തരണേ, ഭയങ്കരമാണ് അത് കണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നമ്പർ അയച്ചു കൊടുത്തു. ഇപ്പം അതിൽ അയച്ചിരിക്കുന്ന അമ്മ രാജേഷ് തലച്ചിറ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, അതെന്താണ്, ഡയറക്ടറെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം പറയാം, നല്ല അഭിപ്രായം പറഞ്ഞവരാണ്. കസ്റ്റംസിൽ ജോലിയായിരുന്നു എറണാകുളത്തുള്ള. അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പം ഞാൻ അങ്ങോട്ട് പ്രൊമോഷന് പോകുന്നുണ്ട്, അദ്ദേഹത്തിനെ ഞാൻ കാണുമ്പം ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കും, നിങ്ങൾ ഈ അയച്ചിരിക്കുന്നത് കൊടുക്കും, അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ അയപ്പിച്ചു തരാം. അപ്പോൾ അത് ഇടയ്ക്കൊരു 0 ആരെങ്കിലും കൊണ്ടാണ് ഞാൻ അയപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം രാജേഷിൻ്റെ നമ്പർ കൊടുത്തിട്ട് അവൻ 0 ആയി, അതിൽ വന്നോന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ രാജേഷിൻ്റെ അത് കൊടുക്കണം, അത് വായിച്ചു നോക്കാൻ പറയണം, വായിച്ചിട്ട്. അപ്പം അത്ര നല്ല അഭിപ്രായങ്ങളാണ് ഇന്നും. അത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരിക്കും, നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ട് ഭയങ്കരമായിട്ട്. അത് രാജേഷ് ഡയറക്ടർ തരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോലും നോക്കാറില്ല. എന്റെ കുറെ അപേക്ഷകളുണ്ട് അതിനകത്ത്, എനിക്കൊരു ചാൻസ് തരണേ സാർ എന്ന് പറഞ്ഞിട്ട്. അല്ല അത് നമുക്ക് അത് എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരും പറയും നമ്മുടെ അളിയൻസ് ഒരു എപ്പിസോഡുകളിൽ അഭിനയിക്കണമെന്ന് തോന്നാറുണ്ട്. ഭയങ്കര നാച്ചുറൽ. കാരണം പലപ്പോഴും ചിലരുടെ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പുതുതായിട്ട് വന്നവർ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നു ചോദിക്കും നാച്ചുറലായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കും അറിയില്ല. അതങ്ങ് നമ്മളങ്ങ് എല്ലാവരുമായിട്ട് അങ്ങ് ഭയങ്കര സിങ്ക് ആയിട്ട് കംഫർട്ടബിൾ ആണ്. രാഷ്ട്രീയ ആരും വഴക്ക് പറയുകയോ പുസ്തകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പിസോഡ്സിൽ ആ നാച്ചുറൽ ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു അതിഭാവകത്വം നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ്സ് പാഠപുസ്തകമായിട്ട് എടുത്ത് ഒന്ന് കാണുക. ആൾക്കാർ നിൽക്കുന്നത്, അവർ കൈവയ്ക്കുന്നത്, അവർ മൂവ് ചെയ്യുന്നത് ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ആണോ? വലിയ സന്തോഷം. എങ്ങനെ സാധിക്കുന്നു? എനിക്ക് അറിയില്ല, ഞങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. രാഷ്ട്രടക്ക് പറയും ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആയിപ്പോയെന്ന് പറയും. തമാശക്ക് ഞങ്ങളിങ്ങനെ പറയും. നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കഥകൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നന്നായി വരും തോന്നില്ല. പക്ഷെ അത് ചെയ്തു വരുമ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതങ്ങ് ഗ്രോത്ത് ചെയ്യും. അപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് പറയാം ചുമ്മാ. ഓക്കെ, ഇനി കഥ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നു, ഒത്തിരിയും എപ്പിസോഡ്സ് വരാനിരിക്കുന്നു. എത്രത്തോളം സന്തോഷത്തോടെയാണ് അതിനെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇനി പോകുന്ന എപ്പിസോഡിനെ നമ്മൾ എങ്ങനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതം പോലെ ഒരു ബോണസ് ആയിട്ട് കാണുന്ന ആളാണ്. കാരണം ഓരോ ദിവസവും നാളെ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ സാധാരണത്വം ഉണ്ടല്ലോ, നമ്മൾ ഈ 10 രൂപയുടെയും 50 രൂപയുടെയും 30 രൂപയുടെയും 70 രൂപയും 100 രൂപയുടെയും കണക്കാണ്. മറ്റുള്ള ആൾക്കാർ കോടികളുടെ കണക്ക് പറയുമ്പോൾ നമ്മൾ സാധാരണ കഥ പറഞ്ഞു പോകുന്ന കാര്യമാണ്. നമ്മളും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കനകൻ എന്ന ക്യാരക്ടറുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അമ്മയോട്, സഹോദരിയോട്, കുടുംബത്തോടൊക്കെ വളരെ സ്നേഹവും ഭാര്യയോട് ഒക്കെ വളരെ സ്നേഹവും ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എൻ്റെ ഒരു രീതി കുറച്ച് ഇങ്ങനെ അങ്ങനെയാണ്. അപ്പം അത് ഞാൻ ഇതുവരെ ചെയ്തുവന്ന കഥാപാത്രങ്ങളോട് കാളും ഇപ്പോൾ കനകന് ഈ അനീഷിനോട് ഭയങ്കര സാമ്യമുണ്ട്. അതുപോലെ അല്ലെങ്കിൽ പോലും കുറെയൊക്കെ ഞാൻ ഇങ്ങനെയാണ്. ആണോ അമ്മ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്? അല്ല, അമ്മയ്ക്ക് എന്നെ അറിയില്ലല്ലോ. 6 വർഷമായിട്ട് കാണുന്നില്ലേ നമ്മള്? അതെന്ന് വെച്ചാല് ഇപ്പം അനീഷിന് അതേപോലുള്ള കഥാപാത്രം കിട്ടിയത് കൊണ്ട് അനീഷ് അങ്ങനെ, എനിക്ക് കുശുമ്പും മറ്റതും മറിച്ചതും അതും ഇതും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് നല്ല കഥാപാത്രം തരട്ടെ, ഞാൻ ചെയ്യില്ല, എന്നെ പോലെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല കഥാപാത്രം തരട്ടെ, അഭിനയിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഓ അമ്മയുടെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചെന്ന് കാല് കുത്തിയിടാം ചെയ്ത ഒരു കഥാപാത്രം അവരെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. കഥ നല്ലത് എഴുതി തരട്ടെ, നല്ലത് തരട്ടെ, ഞാൻ ചെയ്യാം. ഇപ്പൊ എന്താ ചോദിച്ചേ? എന്താ അപ്പോഴല്ലേ നമുക്ക് അമ്മ തന്നെ എനിക്ക് മിസ് ചെയ്യുന്നു, അമ്മയെ മുത്തശ്ശിയൊക്കെ മിസ് ചെയ്യുന്നു. അല്ലല്ല അത് തന്നെ. അപ്പൊ നമുക്ക് അതേപോലുള്ള ഇവിടെ ഒരു മറുകം ഉള്ളത്, എനിക്ക് എന്റെ മുത്തശ്ശിക്ക് ഇവിടെ ഒരു മറുകം അവിടെ മുത്തശ്ശി വന്നു, അവിടെയും മുത്തശ്ശി വന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്ന കഥാപാത്രം ഇതിപ്പം ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഇത് കുശുമ്പും കുന്നാമയും ദേഷ്യം എടി അടി അമ്മയാവുള്ളൂ. എനിക്ക് സന്തോഷം തന്നെ, സന്തോഷം ഇല്ലെന്നല്ല, ഞാൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കും. ഇപ്പോഴഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ ഇങ്ങനെ ഓരോ ഇത് ചെയ്ത് കഴിയുമ്പോഴും അത് കേൾക്കും കാണും ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയാമോ? ഒരു കഥാപാത്രത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ ഒക്കത്തില്ലാത്ത രീതിയിലാണ്. അതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആയിപ്പോട്ടെ, നമുക്ക് ജീവിക്കണം, ഇത്രയേ ഉള്ളൂ. ശരി.
പറഞ്ഞു ബോണസിനായിരുന്നു ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് നമ്മൾ തിരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സമയം ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജീവിതോപാധിയും എൻ്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഇത് തന്നെയാണ്. പക്ഷെ എന്നൊരു ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല. ഇത് എന്റെ പറയണ്ടടാ, നമ്മുടെ എന്ന് പറ, ഞങ്ങളുടെ, എനിക്ക് എൻ്റെ എല്ലാം നിന്റെ അമ്മയെ കൂടെ കേൾക്കാം. എൻ്റെ അമ്മയുടെ ഞങ്ങൾ അപ്പൊ അത് സീരിയസില്ല. അപ്പൊ ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഇതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഷോസ് മറ്റു കാര്യങ്ങൾ വരുമ്പോഴല്ലാതെ വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയോ മറ്റു കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് ഞാൻ കഴിവതും മാറാതെ നിൽക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഡയറക്ടർ സംസാരിക്കാറുണ്ട്, എനിക്ക് അങ്ങനെ പോകണമെന്ന് പറയും. അപ്പോൾ അത് വിടാറുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തിൽ 10-25 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ഡയറക്ടർ രാജേഷാണ്. ഇത്രയും കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും, നമുക്ക് നോ പറയില്ല പുള്ളി. അപ്പോൾ അത് ഞങ്ങളൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അമ്മ എന്തോ അർത്ഥം എൻ്റെ അഭിപ്രായം അതല്ല. അപ്പം നമ്മളിപ്പോൾ ആരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോഴും അവരൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഒത്തിരി ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്നോട് പെരുമാറുന്ന എല്ലാ ഡയറക്ടേഴ്സും ഇതുപോലുള്ളവർ തന്നെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അവരൊക്കെ എത്ര മൃദുലമായിട്ട് എത്ര സന്തോഷത്തോടെ ഈ ഡയറക്ടറോടും അങ്ങനെ തന്നെയാണ് ഞാൻ. അതാണ് ഞാൻ പറയുന്നത്, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലർക്ക് പൊള്ളും, അങ്ങനെ. അതുകൊണ്ട് ഈ ഡയറക്ടറോട് എന്തും നമുക്ക് പറയാം. എന്തെല്ലാം ഞാൻ പറയുന്നറിയാമോ? കൊച്ചെന്നൊന്നും ഞാൻ വക വയ്ക്കത്തില്ല. ഇവരാരും കേൾക്കാതെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയാമോ? അത്ര നല്ല ഒരു ഡയറക്ടറാണ്. അത് ഞാൻ പറയുന്നത്. ചിലരോട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ഫ്രീ എന്തൊന്ന് ചിരിക്കാൻ എന്തോടാ, അത്ര ഫ്രീ ആണ്, അത്ര നല്ല ഡയറക്ടറാണ്. എന്തെല്ലാം തമാശ പറയും. അത് ചില എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും ഒപ്പമാണ്. ഞാൻ ചേട്ടാ മുമ്പ് പല ഇന്റർവ്യൂസും കാണുമ്പോൾ നമ്മൾ ഒരുപാട് അൺസർട്ടനിറ്റീസിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെയും ദൈവവിശ്വാസം ഇത്രയും കൂടുതലാണ്. നമ്മുടെ കയ്യില് മറ്റേ ജപമാലയും കൊന്തയും എല്ലാ ദൈവങ്ങളും കാണും. കാരണം ബാക്കിയുള്ളവർക്ക് ഇപ്പോ ഈ സ്ഥിര വരുമാനം അങ്ങനത്തെ പരിപാടികളാകുമ്പോൾ നമുക്ക് നാളെ ഉണ്ടോ, നാളെ വർക്കുണ്ടോ? അപ്പൊ ആ ഒരു അൺസർട്ടനിറ്റീസ് ലൈഫിൽ ഒരുപാട് തവണ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷെ നമുക്ക് കിട്ടിയ ഈ വർക്ക് പൊന്നെ പോലെ നമ്മൾ കരുതുന്നത്, അല്ലെ? അപ്പം അതെങ്ങനെ ഡീൽ ചെയ്തിട്ടുള്ളത് ആ സമയത്ത്? ഇപ്പൊ ചിലപ്പം ബുദ്ധിമുട്ടിലൂടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന എന്നെ പോലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും ചേട്ടാ. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ പ്ലീസ്. അതായത് തളരരുത്, അത് മാത്രമേ ഉള്ളൂ. തളരരുത്, ജീവനോടെ വേണം. അങ്ങനെയല്ല, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും തളരരുത്. ഓക്കെ, മനുഷ്യനാണ്, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, എല്ലാം വരുമായിരിക്കും. പക്ഷെ നേരെ വിട്ടിട്ട് പോക്കളയരുത്, ഇട്ടെറിഞ്ഞ് പോകരുത് ഒരിടത്തും. അത്ര മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് ഇട്ടെറിഞ്ഞ് പോകരുത്. പല പ്രശ്നങ്ങളും പല പ്രഷറും വരുമായിരിക്കും. പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ കാരണം ഒരു പ്രോജക്റ്റ് ദോഷം വരരുത്. അങ്ങനെ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നിൽക്കണം. അതെ, അതല്ല വേറെ മാർഗം. അമ്മ എങ്ങനെ എന്ത് പറയും? അല്ല, അത് തന്നെ പറയുന്നത്. അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് കുറെ സത്യങ്ങളുണ്ട്. അല്ല, അങ്ങനെ പിടിച്ചു നിൽക്കാൻ എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യങ്ങളെ പറയൂ. പക്ഷെ എന്നെ ആയിക്കോട്ടെ, സത്യങ്ങൾ പറഞ്ഞാൽ മതി. ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി. ആരെങ്ങനെയോ പെരുമാറിക്കോട്ടെ. നമ്മളടുത്ത് വരുമ്പം നമ്മൾ അവരെ സന്തോഷത്തോട് സ്വീകരിക്കണം. മറ്റതെല്ലാം കളയണം. സത്യമാകാം അസത്യമാകാം എന്ന് പഠിപ്പിച്ച ഒരു ഗുരുവാണ് എന്നെ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി. അതിലെനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. പിന്നെ അത് എല്ലാ സത്യം പറയാൻ പാടില്ല. ശരിയാ, അല്ല, എല്ലാ സത്യങ്ങളും പറയാൻ പാടില്ല. നമ്മളെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കി. അപ്പൊ തുടക്കത്തിലും ഒടുക്കത്തിലും ഇതിന്റെ ഇടയിലും നമ്മൾ ആ ക്യാരക്ടർ പിടിക്കണ്ടേ? അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കൃതത്തിൽ ശ്ലോകം, സത്യം പുറിയാതെ പ്രിയം പുറിയാതെ നബുറിയാതെ സത്യം അപ്രിയം. എന്നുവെച്ചാ സത്യമായതും പ്രിയമായതും പറയാം, അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല. ശരിയാ, പറയാൻ പാടില്ല.
അതാ പറയണ്ട. സമ്മതിക്കൂല. ഇല്ല അവിടെ സത്യം നമ്മൾ സത്യം ഇങ്ങനെ തന്നെ. U-turn എടുത്ത് അതിൽ ഞാൻ വിശ്വസിക്കത്തില്ല. സത്യം സത്യം തന്നെ ആയിരിക്കണം. ഇപ്പൊ സത്യം അല്ലെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു വന്ന് നസീറാവും. സത്യം സത്യമായിട്ടേ വരത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നവളാണ്. അമ്മയുടെ വിശ്വാസത്തിൽ ഞങ്ങൾ 100% ഉറപ്പ്. അതിന്റെ ഗുണങ്ങൾ എനിക്ക് ദിവസം ഈ പ്രായത്തിലും എന്റെ ഈ പ്രായത്തിലും അതിന്റെ ഗുണങ്ങൾ ദിവസവും എനിക്ക് വന്നോണ്ടിരിക്കും. രാശേട്ടൻ്റെ തലയുടെ ചുറ്റും പരുന്തൊക്കെ പറക്കുന്നത്, കിളിയുമല്ല വലുതെന്തോ പരുന്ന് പറക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ സത്യം വിട്ട് ഞാൻ പെരുമാറത്തില്ല. അതെന്റെ ഒരു ഭയങ്കര വിശ്വാസമാണ്. അല്ല അപ്പൊ എന്നിട്ട് ഒന്നിനു വേണ്ടി ആരോടും അതേലും കണ്ടിട്ട് അതിങ്ങനെ ഞാൻ പോവത്തില്ല. പറഞ്ഞില്ലേ, ക്യാരക്ടർ സ്കെച്ചായത്. തുടക്കവും ഒടുക്കും നമ്മൾ അതിന്റെ ഇടയിൽ ആ കൃത്യമായിട്ട് ആ ക്യാരക്ടറിലേക്ക് വരണം എന്നുള്ളത്. നിങ്ങൾ ചോദിക്കുന്നതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ശരി, അപ്പൊ അടുത്ത എന്താ? ഓക്കെ, അടുത്ത് ഇനിയിപ്പോ എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം അത് മതിയാ എനിക്ക്. സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കുടുംബം ശരിക്കും ആ അമ്മയെ തന്നെ എനിക്ക് കാണാൻ പറ്റി. ഇപ്പോ മരുമകളാണെങ്കിലും മകളാണെങ്കിലും. ക്ലീറ്റോയെ മിസ് ചെയ്യുന്നു. ക്ലീറ്റോയെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയോ? പറയാം. ക്ലീറ്റോയും ഞാനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ഞങ്ങളൊരു സിനിമയിൽ ഒരുമിച്ച് എനിക്ക് ക്ലീറ്റോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ലീറ്റോയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തോ തിരക്ക് കാരണം ചേട്ടന് വരാൻ പറ്റിയില്ല. വി റിയലി മിസ്ഡ് യു ചേട്ടാ. പറയാം ഉറപ്പായിട്ടും. ഓക്കെ, വേറെന്തോ പറയാനുണ്ടെന്ന്. ഒന്നുമില്ല. വലിയ സന്തോഷം. നമ്മളിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ നമ്മൾ ഈ 1300 എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഈ 1300 എത്തുമ്പോഴും ഏറെ അഭിമാനവും സന്തോഷവും മാത്രമാണ്. അതിന് ഞങ്ങളാക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്ന പാകപ്പിഴകൾ നമ്മൾ ഈ പറഞ്ഞ നമുക്കറിയാലോ. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, കഴിഞ്ഞ 7 വർഷമായിട്ടുള്ളൊരു യാത്രയാണ്. യാത്രക്കിടയിൽ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തിൽ തന്നെ പല മണിക്കൂറുകളും നല്ലതും ചീത്തയായി മാറാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ടാവാം, പക്ഷേ ഇഷ്ടപ്പെടുന്ന എപ്പിസോഡും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊന്നും അതാണ്, നമ്മളെല്ലാം നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ചിലതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റിൽ വന്നിട്ടുണ്ടായില്ലെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ നന്നാക്കാന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ടീമായിട്ട്. അതാണ് ഞങ്ങളുടെ പ്രയത്നവും, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും, അതാണ് ഞങ്ങളുടെ പ്രത്യാശയും. ഇപ്പോൾ പ്രേക്ഷകരെ പോലെ തന്നെ കണ്ട് ആസ്വദിച്ച ഒരുപാട് എപ്പിസോഡ്സ് എനിക്കുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നേരിട്ട് ഇതുപോലെ ഇത്രയധികം ഇരുന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും സാധിക്കും എന്നുള്ളത് എൻ്റെ ജാതകത്തിൽ എവിടെയോ എഴുതി വെച്ച ഒരു കാര്യമായിരുന്നു. അത് സംഭവിച്ചു എന്ന്. അപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു. ബൈ. സന്തോഷം.